10 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിക്കുന്ന റോഡ് ടാറിംഗ് പ്രവൃത്തിയിൽ കൃത്രിമമെന്ന് പരാതി. മഞ്ചേശ്വരം മുന്നിപ്പാടി മിയാപദവ് റോഡ് നിർമ്മാണത്തിലാണ് വലിയ തോതിൽ കൃത്രിമം നടന്നതായി ആരോപണമുയരുന്നു. This news sponsored by Yenappoya Speciality Hospital, Kodiyal Mile, Mangalore. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയ മഞ്ചേശ്വരം മുന്നിപ്പാടി മിയാപദവ് റോഡ് നിർമ്മാണത്തിലാണ് വലിയ തോതിൽ കൃത്രിമം നടന്നതായി ആക്ഷേപമുയരുന്നത്. 300 മീറ്റർ റോഡ് ടാറിംഗ് പ്രവൃത്തിക്ക് 10 ലക്ഷം രൂപ ആവശ്യമില്ലെന്നും പ്രവൃത്തിയിൽ വ്യാപകമായി കൃത്രിമം നടന്നിട്ടുണ്ടെന്നുമാണ് നാട്ടുകാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ആരോപിക്കുന്നത്. അതിർത്തി പഞ്ചായത്തായ വോർക്കാടി, മീഞ്ച പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റോഡ് കർണാടകയുമായി ബന്ധിപ്പിക്കുന്നതും പ്രധാന തീർത്ഥാടന കേന്ദ്രമായ പൊയ്യത്ത് ബയൽ മഖാം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നതുമായ റോഡ് കൂടിയാണ്. ടാറിന് പകരം കരിയോയിൽ ഉപയോഗിച്ചത് കാരണം മെറ്റൽ മിശ്രിതം ഇളകി തുടങ്ങിയതായും ആരോപണമുണ്ട്. പോരാ ഈ റോഡ് പണ്ടെന്ന് പിന്നെ കുറേ ഞങ്ങൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കുറേ കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്തിട്ട് ടാർ ചെയ്തത്, അതും വലിയൊരു ക്ലിയർ ആയിട്ട് ഇതുവരെ ഇല്ല. ഇത് 10 ലക്ഷം റുപ്യൻ്റെ റോഡെന്ന് പറയുന്ന കേട്ട് അറിയില്ല. പിന്നെ ഇത് വലിയ പോരാ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മഴ വന്നാൽ എല്ലാം ഒരുക്കി പോവും, ഒന്നും ഇവിടെ നിൽക്കില്ല. പിന്നെ വെറുതെ 10 ലക്ഷം റുപ്യ വെള്ളത്തിൽ പോവും. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരാണ്. കുറേ ബുദ്ധിമുട്ടായിട്ട് ഓരോന്ന് വാടകയല്ല പോകുന്നത്. എത്രയും പെട്ടെന്ന് റോഡ് ടാറിംഗ് നടത്തിയെന്ന് വരുത്തി തീർക്കാനാണ് അധികൃതർ ശ്രമിച്ചത്. എന്നാൽ നിലവിൽ ഈ റോഡ് കാൽനട യാത്രക്കാർക്ക് പോലും ദുരിതമായി മാറിയിരിക്കുകയാണ്. നിർമ്മാണം കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ തന്നെ തകർച്ചയുടെ വക്കിലെത്തിയ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാരും യാത്രക്കാരും ജനപ്രതിനിധികളും പറയുന്നത്. ഇത് 10 ലക്ഷത്തെ ഫണ്ടിൻ്റെ ഒരു റോഡ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ റോഡിൻ്റെ അവസ്ഥ പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു ബൈക്കിൽ നമുക്ക് പോകാൻ കഴിയല്ല. പക്ഷേ ഇത് 2 ദിവസത്തിൽ മാത്രമേ സ്റ്റാർട്ടാക്കി ഈ പണി. പക്ഷേ ഒരു ദിവസത്തിൽ ഫിനിഷായി. പക്ഷേ ഈ റോഡ് ഇപ്പോൾ കാണുമ്പോൾ ഇത് ഒരു മഴ വരുമ്പോൾ എല്ലാം വെള്ളത്തിൽ പോകുന്ന അവസ്ഥ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ എന്താക്കണമെന്ന് നമുക്ക് എന്തറിയില്ല. അങ്ങനത്തെ അവസ്ഥ അതിനിപ്പോൾ. അസിസ്റ്റന്റ് എഞ്ചിനീയറും കരാറുകാരനുമാണ് ഇതിൽ അഴിമതി നടത്തിയതെന്നാണ് നാട്ടുകാരുടെ പരാതി. കാൽനട യാത്ര ചെയ്യുമ്പോൾ പോലും അടർന്നു പോകുന്ന റോഡ് പൊളിച്ചുമാറ്റി ശാസ്ത്രീയമായ രീതിയിൽ ടാറിംഗ് നടത്തണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഉപ്പള.